Hi friends, good morning. Have a fantastic positive day. Praise our God. ആകപ്പാടെ ആഹ്ലാദമായിരുന്നല്ലേ. ഇന്നലെ ഇന്ത്യ ഉറങ്ങിയിട്ടില്ല, കേരളം ഒട്ടും ഉറങ്ങിയിട്ടില്ല. TV ചാനലുകളെല്ലാം തകൃതിയായിട്ട്, അതുപോലെ 1,10,000 പേര് നേരിട്ട് കളി കാണുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനകൾ യേശുവേ എന്നുള്ള വിളിയിൽ, കൃഷ്ണ എന്നുള്ള വിളിയിൽ, നമ്മുടെ അള്ളാഹു എന്നുള്ള വിളിയിൽ, ബുദ്ധനെ വിളിച്ച്, ജൈനനെ വിളിച്ച്, ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾക്ക് വേണ്ടി 1,10,000 പേര് നേരിട്ട് ആ കളി കണ്ടു. ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള കളി. സഞ്ജു സഞ്ജു എന്ന സ്നേഹത്തിലുള്ള വിളി. പ്രിയമുള്ളവർ, ആ കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്ത്യയിലെ തെരുവീതികളിൽ ഇന്നലെ പോലീസ് നന്നേ പാടുപെട്ടു. കാരണം ഒരാൾക്ക് പോലും ഒരു പൊടി പോലും ദേഹത്ത് വീഴരുത്, ഗുണ്ടകളോ സാമൂഹ്യ വിരുദ്ധരോ ആക്രമിക്കരുത്. പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം റോഡിലിറങ്ങി ആഹ്ലാദത്തിപ്പോടെ പാട്ടുപാടി ആഘോഷിച്ചൊരു ദിനമാണ്. ഇന്നലകളിലെ വ്യത്യസ്തമായത് ഇന്ന് അങ്ങനെയല്ല, ഒരു സൂപ്പർ ജയം അല്ലേ. അപ്പോൾ ഇന്ത്യക്കാരന് ഒന്നിക്കാൻ അറിയാമെന്ന് മനസ്സിലായോ. അവൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ അവൻ്റെ ജാതിയും മതമൊന്നും ഒരു കുന്തമല്ല, ഞങ്ങളുടെ എല്ലാം സ്നേഹമാണ് വലുത്, ഐക്യമാണ് വലുതെന്ന് ഇന്നലെ ഊട്ടി ഉറപ്പിച്ച ദിവസമായിരുന്നു. ആ 1,10,000 പേരിരുന്ന ആ ഗാലറിയിൽ മുഴുങ്ങിക്കേട്ട പ്രാർത്ഥനകളും മുഴുങ്ങിക്കേട്ട കരച്ചിലുകളും നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് വർഗീയതയും മറ്റ് വിഷങ്ങളുമില്ലാതെ മതേതരത്വ കാഴ്ചപ്പാട് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് സന്തോഷിക്കാം. സഞ്ജു സാംസൺ അദ്ദേഹം ഒരു ലെജൻഡായി മാറിയല്ലേ. ഒന്നാലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, അദ്ദേഹത്തിന് പറയാൻ ആരുമില്ല. അദ്ദേഹം പലപ്പോഴും ഗാലറി വേണ്ടി പറഞ്ഞു, ഞാൻ ഇത്ര കളിച്ചിട്ടുണ്ട്, പക്ഷേ ഗാലറിയിലായിരുന്നു, ബോളെ തൊടിയിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഈ ടീമിലുണ്ടായിരുന്നു, ഞാൻ ഗാലറി ഇരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം ഓപ്പണറായി ഫസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുമ്പം ഞാൻ വാസ്തവത്തിൽ കരഞ്ഞുപോയി. ഒരു ദൈവാനുഗ്രഹം എന്നല്ല, എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്നൊരു കുട്ടിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു മേഖലകളിൽ ദൈവമല്ലാതെ അദ്ദേഹത്തെ. പക്ഷെ അവൻ്റെ ആ ഒരു ക്ഷീണിക്കാത്ത മനസ്സ് അംഗീകരിക്കണം. വർഷങ്ങളായി ഗാലറി ഇരുന്നിട്ടും സെലക്ഷൻ കിട്ടും, പത്രത്തിൽ പേര് വരും, വീട്ടുകാരൊക്കെ നോക്കിയിരിക്കും, പക്ഷേ TV കാണത്തില്ല. അവൻ പക്ഷേ അതാണ് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, സഞ്ജു സ്റ്റേഡിയത്തിൽ ഇരുന്നപ്പോഴും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കളി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അവൻ്റെ ശക്തി. നമ്മളെ വിട്ടുവീഴ്ച ചെയ്യുമ്പം, ക്ഷമിക്കുമ്പം, മറ്റുള്ളവരെ കരുതുമ്പം നമ്മൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന കാര്യം സത്യത. മുൻകോപത്തോടെ എന്തിനെ എതിർത്ത്, എന്തിനേടും ശകാരിച്ച് വഴക്കുണ്ടാക്കി ജീവിതം നശിപ്പിക്കരുത്. അതിന് ഞാൻ നിങ്ങൾക്ക് ബൈബിളിലൊരു വചനം പറഞ്ഞുതരാം. ഇന്ന് ഞാൻ എഴുതിയൊരു വചനമാണ്. യാക്കോബിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ച് നോക്കി. അതിൽ ഈ സാരാംശം, സഞ്ജുവിൻ്റെ വിജയരഹസ്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ശ്രമിച്ച് നോക്കാം. ഞാൻ ഇന്ന് രാവിലെ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്ത വചനമാണ്. അപ്പോൾ എനിക്കത് സഞ്ജുവിൻ്റെ ആ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. ഓക്കെ, എനിക്കാവും നമ്മൾ പരാജയത്തിൽ തകർന്നു പോകാതെ, വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതെ നമ്മൾ സമൂഹത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ജീവിതം ഉത്കൃഷ്ടമാണ്. പലപ്പോഴും എന്നെ കമൻ്റ് അടിക്കാറുണ്ട് ചിലരൊക്കെ, തീരെ സാധാരണക്കാരായിട്ട്, പാവങ്ങളല്ല, പണമുണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ വയസ്സിൽ, സാമൂഹ്യ ബന്ധങ്ങളുടെ വയസ്സിലൊക്കെ പുറകെ നിൽക്കുന്നവരാണ്. അപ്പം ഞാൻ പക്ഷെ ചിരിക്കും. ഞാൻ പക്ഷേ ഇന്നലെ ഒരാളോട് പറഞ്ഞു, സാറ് ഒരു മണ്ടനാന്ന് പറഞ്ഞു. എന്നാൽ എന്നോട് പറയുന്നതല്ല, അവൻ ആരോടോ പറഞ്ഞു എന്ന് മറ്റൊരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറയണോ, മനുഷ്യ തനിക്കിപ്പോഴാണ് മനസ്സിലായി ഞാനൊരു വെറും മണ്ടനാടോ. ഒരു ബുദ്ധിജീവിയുടെ ഒരു 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 നൂൽ കഷ്ണത്തിൻ്റെ അത്രയും പോലും ഞാനില്ലടോ. അപ്പോൾ ആ കേട്ടയാൾക്കൊരു വിഷമം പോലെ
ഞാൻ ഇത്രയും വലിയൊരു പാര വെച്ചിട്ട് സൈമൺ സാർ അതിനെ ഡീൽ ചെയ്തത്. ഞാൻ പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടനല്ലേ, അത് നിങ്ങൾക്കറിയരുത്. അതായത് ഞാൻ അവന് ഒരു ഉദാഹരണം മറുപടി പറഞ്ഞു കൊടുത്തു. ഇവിടെ ലോകത്ത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളൊക്കെ നല്ല നമ്മളെപ്പോലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഗുഡ് മോർണിംഗ് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളാണോ? അല്ല. കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ആളുകളെല്ലാം വ്യത്യസ്തരായിരുന്നു. അവരെഴുന്നേൽക്കുന്നത് ചിലപ്പം 1 മണിക്കായിരിക്കും. കാരണം നേരം വിളിക്കുന്നവൻ വരെ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തി. അവരെപ്പോഴും സാമൂഹികമായ ജീവിതത്തിൽ വ്യത്യസ്തരായിരുന്നു. അത് മനസ്സിലാക്കണം നമ്മൾ. എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കണം നിർബന്ധമില്ല. അങ്ങനെ ചെയ്തവരും ഉണ്ടായിരിക്കാം. പക്ഷെ കൂടുതൽ പേരും താങ്കളുടെ ഔന്നിത്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അയാൾക്കൊരു ഉപദേശം കൊടുത്തു. അതുകൊണ്ട് താൻ വിചാരിക്കുന്ന പോലെ ഓമനത്വമുള്ള, എപ്പോഴും പുഞ്ചിരിക്കുന്ന, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന, വാരിക്കോരി കൊടുക്കുന്ന ഒരു വ്യക്തിയായി വ്യക്തികളെ നിങ്ങൾ വലിയ വലിയ സാമൂഹികമായ നേട്ടങ്ങൾ കൊയ്തെടുത്ത വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ആളുകളെ കാണരുത്. അവരെപ്പോഴും വ്യത്യസ്തരായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വ്യത്യസ്തമൊന്നുമില്ല. ഞാൻ നിങ്ങളിലൊരുവനാണ്. എനിക്കൊത്തിരി കുറവുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ 35 വർഷമായി ഗവൺമെൻറ് സർവീസിൽ നേടിയെടുത്ത എൻ്റെ അനുഭവങ്ങൾ, 45ഓളം വലിയ ഗൗരവമുള്ള പരിശീലനം ഗവൺമെൻറ് എന്നെ വിട്ടു. ആ പരിശീലനങ്ങൾ ഞാൻ നേടിയെടുത്ത അനുഭവങ്ങൾ, 60 ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് 60ഓളം ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തു. അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ഞാൻ വായിച്ച് പഠിച്ചത്, കോളേജിൽ പഠിച്ചത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അറിവുകൾ സംശീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കാണും, ഇല്ല പൂർണ്ണമായും ശരിയാണോ നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാലും സമൂഹത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് വലുതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓടി വന്നെൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, അല്ലേ ഈ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്. പണം മാത്രമല്ല ജീവിതത്തിൽ വലുത്, മറ്റു പലതുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജീവിതചര്യകൾ നിർവഹിച്ച് കോളിനോസായിട്ട് നടക്കുന്നവരായിരിക്കത്തില്ല സമൂഹത്തിൽ വലിയ വലിയ മഹാന്മാരായി തീരുക. അവരൊക്കെ വ്യത്യസ്തരായിരിക്കും, അല്ലേ? അപ്പം ഞാൻ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ഈ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഒരു പ്രത്യേകത, ഒരു ബുക്ക് വാങ്ങിക്കും, പുതിയ ബുക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. എന്താണെന്നറിയോ, ഈ പഠിക്കുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ആ ക്ലാസ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ നൂതനങ്ങളായ കാര്യങ്ങളാണ് പറയുക, അല്ലേ? ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വി മസ്റ്റ് അപ്ഡേറ്റ് അവർ നോളജ് all the time. Then only we can survive in this society പോസിറ്റീവ്ലി. അല്ലെങ്കിൽ പണ്ട് ഞാൻ അതായിരുന്നു ഇതാന്ന് പറഞ്ഞിട്ട് കാര്യം. പണ്ട് ആന ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ഇപ്പോഴും ആന തൊടിയിൽ വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പഠിക്കണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ രീതിയാണ് പുള്ളി ചിരിച്ചേ, അല്ല എന്നെ വ്രണതപ്പെടുത്താൻ, എൻ്റെ മുഖം മങ്ങിക്കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ മുഖം കൂടുതൽ പ്രകാശമാനമാവുകയായിരുന്നു. കാരണം അവരോട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അവരിൽ 3-4 നെൽമണികൾ എടുത്തിടാൻ കഴിഞ്ഞു. ബുദ്ധിയും ബോധമുള്ള ആളാണെങ്കിൽ അദ്ദേഹം ആ നെൽമണിയെ പിടിച്ച് കീറും, ആ നെൽമണി എടുത്ത് വിതയ്ക്കും. ഓരോ നെൽമണിയിൽ നിന്ന് 40, 50, 60 മേനികൾ വീണ്ടും അത് വിതയ്ക്കും. അങ്ങനെ 2, 3 കൃഷി കഴിയുമ്പോൾ അയാൾ സമ്പൽ സമൃദ്ധനായ അറിവുള്ളൊരു ബുദ്ധിജീവിയായി മാറിയിരിക്കും. അതാണ് എൻ്റെ സ്വപ്നം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും സഞ്ജു സാംസൻ്റെയും ടീമിൻ്റെയും വിജയം ഹൃദയത്തിൽ ഇങ്ങനെ കുടികൊള്ളുകയാണ്. ഇന്നിപ്പോൾ തീരത്തില്ല, നമ്മൾ ഇന്നെല്ലാം ആഘോഷിക്കും, അടിച്ച് പൊളിക്കും. അതൊരു ചെറിയ വിജയമല്ല. 2 കാര്യങ്ങളുണ്ടാകുന്നു. ഒന്ന്, സഞ്ജു എന്ന വ്യക്തി തിരസ്കരിക്കപ്പെട്ട് ആരും റെക്കമെൻഡ് ചെയ്യാനില്ലാതെ പിൻബെഞ്ചിലിരുന്നപ്പോഴും അവൻ തൻ്റെ ഭാവിയെ സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. അതുകൊണ്ട് അവൻ ആദ്യം വിജയം ലഭിച്ചു. ഇനിയൊരു സെലക്ടർക്ക് സഞ്ജുവിൻ്റെ പേര് വെട്ടാൻ പോയാൽ ആ സെലക്ടർ ഏതെങ്കിലും ഡൽഹിയിലെയോ അല്ലെങ്കിൽ ബംഗാളിലെയോ ഓടയിലായിരിക്കും എഴുതും.
ഗുഡ് മോർണിംഗ്. സഞ്ജുവിൻ്റെ കാര്യം പറയാം. സഞ്ജു ഇന്ന് ഇന്ത്യയുടെ മുത്താണ്, മണിമുത്താണ് അല്ലേ. അതാണ് അവൻ്റെ ക്ഷമ, കഠിനാധ്വാനം, ആത്മാർപ്പണം. എന്നെ സെലക്ട് ചെയ്തിട്ട് പറയും, കുശുമുനെയും പറയും, വഴക്കുണ്ടാക്കാൻ പോയില്ല. അവൻ ശാന്തനായി കിട്ടിയത് കൊണ്ട് ഒതുങ്ങി. പക്ഷേ അവനെ അതാണ് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു മനോഹരമായ മുത്തം കൊടുക്കാൻ യോഗ്യനായി സാംസൺ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇന്ത്യയിലും കേരളത്തിൽ, ലോകത്തെല്ലാം വിദേശത്തേക്കുള്ള വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞതെന്താ, അവൻ ഞങ്ങളിത് 3 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്, സഞ്ജുവിനെ ഇറക്ക്. സഞ്ജു ആരും കേട്ടില്ല. പക്ഷേ സഞ്ജു ഇന്ന് ഒരു നായകനായി മാറിയല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അനുമോദിക്കാം, ആഹ്ലാദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൊച്ചു പയ്യന് വേണ്ടി പ്രാർത്ഥിക്കാം. അവന് കൂടുതൽ ശക്തിയും ഓജസ്സും കിട്ടട്ടെ, അവസരങ്ങൾ കിട്ടട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. ഇറ്റ് ഈസ് സൈമൺ വർഗീസ് യൂട്യൂബ് ചാനൽ, സൈമൺ വർഗീസ് ഫേസ്ബുക്ക്, സൈമൺ വർഗീസ് ഇൻസ്റ്റഗ്രാം. Signing off. Thank you, friends. Have a fantastic positive day.